നമസ്കാരം. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ബി.ജെ.പി. നേതാവ് അനുരാഗ് ഠാക്കൂറിന്റെ ജാതി പരാമർശത്തെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷമാകുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗത്തെ പ്രശംസിച്ച് എക്സിൽ പോസ്റ്റിട്ടതിനെതിരെ പ്രതിപക്ഷം അവകാശ ലംഘനത്തിന് പരാതി നൽകി. ജലന്ധർ എംപിയും മുൻ പഞ്ചാബ് മുഖ്യമന്ത്രിയുമായ ചരൺജിത് സിംഗ് ചന്നിയാണ് ലോക്സഭാ സെക്രട്ടറി ജനറലിന് പരാതി നൽകിയത്. ഠാക്കൂർ നടത്തിയ ചില ആക്ഷേപകരമായ പരാമർശങ്ങൾ സഭാ നടപടികളിൽ നിന്ന് ഒഴിവാക്കിയതായി ചന്നി തന്റെ കത്തിൽ പറയുന്നുണ്ട്. എന്നിട്ടും നീക്കം ചെയ്ത ഭാഗങ്ങൾ മുഴുവൻ ഉൾക്കൊള്ളുന്ന വീഡിയോ എക്സിൽ പ്രധാനമന്ത്രി പോസ്റ്റ് ചെയ്തത് ഞെട്ടിപ്പിക്കുന്നതാണ്. ഇതിനു പുറമെ നീക്കം ചെയ്ത പ്രസംഗത്തിലെ മറ്റ് ആക്ഷേപകരമായ വാക്കുകളും ഒരു മാറ്റവും വരുത്താതെ സഭയിൽ പറഞ്ഞിരിക്കുന്നത് പോലെയാണ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. നീക്കം ചെയ്ത പരാമർശങ്ങൾ പരസ്യമായി ആവർത്തിക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയ ചന്നി, എന്നാൽ പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്ത് അത് പരസ്യമാക്കി എന്നും ആക്ഷേപിച്ചു. പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തപ്പോൾ പരാമർശങ്ങൾ നീക്കം ചെയ്തിട്ടില്ലെന്ന ബി.ജെ.പിയുടെ വാദത്തിന് ഒരു പ്രസക്തിയുമില്ലെന്ന് പറഞ്ഞ ചന്നി, അതിനുള്ള സാവകാശം പോലും എടുക്കാതെയാണ് എക്സിൽ പോസ്റ്റ് ചെയ്തതെന്ന് കുറ്റപ്പെടുത്തി. 5 തവണ MP ആയ ഠാക്കൂറിന്റെ പ്രസംഗത്തിലെ പരാമർശത്തെ ചൊല്ലിയുള്ള തർക്കം നടക്കുന്നതിനിടയിൽ ആ പ്രസംഗത്തിന്റെ വീഡിയോ പങ്കുവച്ച പ്രധാനമന്ത്രി ഇത് തീർച്ചയായും കേൾക്കേണ്ട ഒന്നാണെന്ന അടിക്കുറിപ്പോടെയാണ് പോസ്റ്റ് ചെയ്തത്. യുവാവും ഊർജ്ജസ്വലനുമായ സഹപ്രവർത്തകൻ അനുരാഗ് ഠാക്കൂറിന്റെ ഈ പ്രസംഗം തീർച്ചയായും കേൾക്കേണ്ടതാണ്. ഇന്ത്യൻ സഖ്യത്തിന്റെ വൃത്തികെട്ട രാഷ്ട്രീയം തുറന്നു കാട്ടുന്ന വസ്തുതകളുടെയും നർമ്മത്തിന്റെയും സമ്പൂർണ്ണ സംയോജനം എന്നാണ് പ്രസംഗത്തെക്കുറിച്ച് മോദി എക്സിൽ എഴുതിയത്. പ്രസംഗം പങ്കുവച്ച പ്രധാനമന്ത്രി പാർലമെന്ററി പദവിയുടെ ഗുരുതരമായ ലംഘനമാണ് നടത്തിയതെന്നും പാർലമെന്റിനകത്തെ അത്തരം വഴിവിട്ട പരാമർശങ്ങളെ പ്രോത്സാഹിപ്പിച്ചതായും കോൺഗ്രസ് കുറ്റപ്പെടുത്തി. വളരെ അധിക്ഷേപകരവും ഭരണഘടനാ വിരുദ്ധവുമാണ് ഇത്തരം നടപടികൾ എന്നും അവർ കൂട്ടിച്ചേർത്തു. രാഹുൽ ഗാന്ധിക്കെതിരായ അനുരാഗ് ഠാക്കൂറിന്റെ പരാമർശങ്ങൾക്കെതിരെ പ്രതിപക്ഷ ബെഞ്ചുകളിൽ നിന്ന് രൂക്ഷമായ പ്രതികരണങ്ങളാണ് ഉണ്ടായത്. പരാമർശങ്ങൾ നീക്കം ചെയ്യുമെന്ന് അധ്യക്ഷതയിൽ ഉണ്ടായിരുന്ന മുതിർന്ന കോൺഗ്രസ് MP ജഗദംബിക പാൽ ഉറപ്പു നൽകിയിരുന്നു. ഓൺലൈനിൽ അപ്ലോഡ് ചെയ്ത വീഡിയോകളിൽ നിന്ന് നീക്കം ചെയ്ത ഭാഗങ്ങൾ എഡിറ്റ് ചെയ്യാത്ത പ്രസംഗമാണ് സൻസദ് TV അപ്ലോഡ് ചെയ്തതെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറഞ്ഞു. ഇന്ത്യയുടെ പാർലമെന്ററി ചരിത്രത്തിലെ പുതിയതും ലജ്ജാകരവുമായ ഒരു താഴ്ചയാണിത് എന്ന് പറഞ്ഞ ജയറാം രമേശ്, ഇത് ബി.ജെ.പി., RSS എന്നിവയിലും മോദിയുടെ മനസ്സിലും ആഴത്തിൽ വേരൂന്നിയ ജാതീയതയെ പ്രതിഫലിപ്പിക്കുന്നു എന്നും കൂട്ടിച്ചേർത്തു. ഹിമാചൽ പ്രദേശിലെ ഹാമിർപൂരിൽ നിന്ന് 5 തവണ MP ആയ അനുരാഗ് ഠാക്കൂർ 2024 ബജറ്റിനെ കുറിച്ചുള്ള ചർച്ചയ്ക്കിടെ സംസാരിക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധിക്കെതിരെ വ്യക്തിപരമായ ആക്രമണം അഴിച്ചുവിട്ടത്. ഇതോടെ പ്രതിപക്ഷ ബെഞ്ചുകളിൽ നിന്ന് രൂക്ഷമായ പ്രതികരണങ്ങൾ ഉയർന്നു. ഠാക്കൂർ തന്നെ അപമാനിച്ചതിനാൽ പ്രതികരിക്കാൻ അവസരം നൽകണമെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, നിങ്ങൾക്ക് എന്നെ എത്ര വേണമെങ്കിലും അപമാനിക്കാം, എല്ലാ ദിവസവും അത് ചെയ്യുക, പക്ഷേ പ്രതിപക്ഷ ശബ്ദം ഇവിടെയുണ്ട് എന്നത് മറക്കരുത് എന്നും പറഞ്ഞു. നിങ്ങൾ എത്ര തടയാൻ ശ്രമിച്ചാലും പാർലമെന്റിൽ ജാതി സെൻസസ് സംബന്ധിച്ച ബില്ല് പാസാക്കും എന്ന് രാഹുൽ ഗാന്ധി ആത്മവിശ്വാസത്തോടെ പറഞ്ഞത് ബി.ജെ.പി. നേതാക്കളെ ഞെട്ടിച്ചു. പാർലമെന്റിൽ തകർത്തടിക്കുന്ന രാഹുലിനെ തടുക്കാൻ ഒരു വഴിയുമില്ലാതെ ബുദ്ധിമുട്ടുന്ന ബി.ജെ.പി. ഒടുവിൽ വ്യക്തിയാധിക്ഷേപത്തിന്റെ അധമ മാർഗമാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. കുറിക്കുകൊള്ളുന്ന പ്രയോഗങ്ങളിലൂടെ പാർലമെന്റിനെ ഇളക്കി മറിക്കുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ പപ്പുവിളിയും ബാൽബുദ്ധിയും ഒന്നും ഏശാതെ വന്നതോടെയാണ് വ്യക്തിയാധിക്ഷേപത്തിന്റെ വ്യത്യസ്ത തലം ബി.ജെ.പി. തുറന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ മോദിയെ കടത്തിവെട്ടി രാഹുൽ അതിവേഗം മുന്നേറുന്നതും അവരെ അസ്വസ്ഥമാക്കുന്നുണ്ട്. പാർലമെന്ററി കീഴ്വഴക്കങ്ങൾ പോലും ലംഘിച്ച് സാക്ഷാൽ മോദി തന്നെ നേരിട്ട് ആക്രമിക്കുന്നതിന്റെയും കാരണം മറ്റൊന്നല്ല.